ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ടോം. അപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ധാർവാഡ് പോവാണ്, സൈക്കാട്രി പോസ്റ്റിങ്ങിന്. സോറി, ഗോവയ്ക്ക് പോവാണ്. എൻ്റെ വീഡിയോ ആദ്യം എടുക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇട്ടാണ്ടേ ഒരു കോസ്റ്റ്യൂം ആണെങ്കിൽ ഞങ്ങൾ പെട്ടിയൊക്കെ ആയിട്ടാണ്ട് പോകുന്നു. ആ ബ്ലൂ പെട്ടി എൻ്റെ, റെഡ് അവളുടെ. ബക്കറ്റ് നോക്കൂ ഗായ്സ്, ബക്കറ്റ്. രണ്ട് ന്യൂ ഫ്രണ്ട്സിനെ കാണിക്കാം കേട്ടോ. ഇത് തേജസ്വിനി, ഇത് മോഹിത. കന്നഡയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടേലും നമസ്കാരം. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് കയറി കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമ്മുടെ വാർഡിനൊക്കെ ഇരിപ്പുണ്ട്. പിള്ളേരൊക്കെ ഇൻസൈഡ് ഉണ്ട്. നൈറ്റ് ആയതുകൊണ്ട് ഇന്ന് വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും. ഓക്കെ, ഭയങ്കര നോയ്സ് ഉണ്ട്. അപ്പൊ ഇനി വണ്ടി കയറി കഴിഞ്ഞ് അടുത്ത അവിടെ. ഓക്കെ, ബ്ലൂ ബസ് വന്ന് ഗായ്സ്. ലഗേജ് ഒക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അബ്രോ ആൻഡ്രിയ സെബാസ്റ്റ്യൻ ആൻഡ്രിയ. ഹലോ ഗൈസ്, ടോം ടോക്കീസിലേക്ക് സ്വാഗതം. ഓ സോറി ഗൈസ്, ശരിച്ചായിരുന്നു വെക്കണത്. ഹലോ ഗൈസ്, ടോം ടോക്കീസിലേക്ക് സ്വാഗതം. എടാ ഗൈസ്, ടോമിന്റെ ബ്ലോഗിലേക്ക് എല്ലാവരും ഹായ് പറയേ. ആരെ നമ്മളല്ലേ? ഓ സോറി, നമ്മൾ തന്നെയടി. ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, ഇതിന്റെ വിധികർത്താവ് ടോമിലേക്ക് കൊടുക്കാം. അതെ, ജുപ്പി കൊണ്ടവിടെ അവിടെ നിൽക്കുന്നത്. പോയി ഗായ്സ്, ഇരുട്ടാണ് ഗായ്സ് വല്ലാണ്ട്. നമ്മൾ ബസ്സാണ് ഗായ്സ്. നല്ല ലഗേജ് ഉണ്ട്. വണ്ടിക്ക് ഗിയർ ഇതൊക്കെ തന്നേക്കുന്നത് എന്തിനാണെന്നറിയോ? ബ്രേക്കും. ഞങ്ങൾ പോവാണ് ഗൈസ്, റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. ആ ഗൈസ്, ആയിട്ട് എൻ്റെ കൈ പിടിച്ചെന്നെ നയിക്കാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷനെത്തി. നമ്മളാണ് ആദ്യമേ, നമ്മളെന്താ എല്ലാത്തിനും നമ്മൾ ആദ്യമേ ചെല്ലും. എന്നാത്തിനാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ നമ്മൾ ബാഗ് ഇങ്ങനെ എടുത്ത് അകത്തേറ ആ വാതക്കലായിരിക്കും ഒരു പട്ടി കിടക്കുന്നു ഗൈസ്. ഇത് ബക്കറ്റാണ്. ആൻഡ്രിയ വരുന്നുണ്ട്. ഓ നീ ഭയോ നമ്മുടെ ദിയ വരുന്നുണ്ട് ബക്കറ്റൊക്കെ ആയിട്ട്. ദിയയുടെ ഒരു സ്റ്റൈല്, കീറിയ പാൻറ് വിട്ട് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഉപജീവനം. ടോമിന്റെ ബ്ലോഗിൽ ഏർപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വീഡിയോ കാണാറുണ്ട്, നല്ല നൈസ് വീഡിയോ ആണ്. ഇനി കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടി നമുക്ക് മാസം കാശ് വാങ്ങാം. അതാണ് ബക്കറ്റൊക്കെ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരിയാ, വട്ടന്മാരോടെ. ശരി, നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് ഗായ്സ്. ഇതെന്താണിത്? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗായ്സ്. ഇപ്പൊ ട്രെയിൻ വരും. ലിറ്റ് ബക്കറ്റൊക്കെ ആയിട്ട് ഗോവയിൽ പോയിട്ട് ഞങ്ങൾ അവൾക്ക് ഗോവയിൽ പോയി ബീച്ചിലാണെങ്കിൽ നല്ല പേര്. അപ്പോൾ അവള് ബക്കറ്റും കപ്പ് എടുത്ത് കോരി കുളിക്കാൻ വേണ്ടിയാണ് അവള് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അവള് മാത്രം എടുത്തുള്ളൂ. അവള് ഗോവയിൽ പോയിട്ട് ബീച്ചിൽ പോയിട്ട് കോരി കുളിക്കും. അവൾക്ക് ഇറങ്ങാൻ പേടിയാണ് ഗൈസ്. അതിനാണ് അവള് ബക്കറ്റ് എടുത്തത്. ഓക്കെ, അപ്പോൾ തന്നെ ഞങ്ങൾ ട്രെയിൻ പാളത്തിൽ അടിച്ച് നിൽക്കുന്നു.
അവിടെ സാറ് ഇപ്പോണ്ട് ആ റെഡ് ടീഷർട്ട് ആയിട്ടാണ് നമ്മള് സാറ് കൂടെ വരുന്നുണ്ട്. നമുക്ക് മാം അവിടെ നിൽപ്പുണ്ട്. ഇത് നമുക്ക് ഹായ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അടിച്ചു പോയിട്ട് വരും. മാം എഴുതാ അറിയത്തില്ല സാധനം. ഗൈസ് അപ്പൊ തന്നെ എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട്. All guys is there. ഇവള് മന്ദബുദ്ധിയൊന്നും അറിയത്തില്ല, അറിയാവുന്ന ഒരു പൊട്ടിയാണ്. ഇവൾക്ക് എല്ലാം അറിയാം. ഇവിടെ നമ്മുടെ എല്ലാ സമ്പൂർണ്ണ എന്താ ഡിക്ഷണറിയാണ്, എല്ലാം അറിയാം. ലൈസ് ഒരു അടിയാണ് ഗൈസ്, ലേസിന്റെ അടിയാണ് ഗൈസ്. അപ്പം ഇനി ട്രെയിനിൽ കയറി ചെന്നു. ഓക്കെ, എന്നെ പറ്റി കേറി ഒട്ടും തിരക്കില്ലട്ടോ. അങ്ങനെ രാവിലെ ആയി, എല്ലാവരും എണീറ്റ് ചായ കുടിച്ചാണ്ട് ഇനി ഹുബ്ബിളി ഇറങ്ങണം. 9 മണിക്കാകുമ്പോഴാണ് ഹുബ്ബിളിയിൽ എത്തുന്നത്. അവിടെ നിന്ന് നേരെ ധാർവാഡ് ഹോസ്പിറ്റലിലേക്ക്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കറക്റ്റ് ഒരു ബസ്സുണ്ട്. 10-25 കിലോമീറ്ററേ ഉള്ളൂ, അരമണിക്കൂർ. അപ്പോൾ ഇനി അവിടെ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ നോക്കി നിൽക്കുക. 2 സ്റ്റോപ്പ് കൂടെ എത്തുമ്പോൾ ഇറങ്ങാം. അപ്പോൾ ഇനി ബസ്സിൽ കയറിയിട്ടുള്ള വീട്. അങ്ങനെ രാവിലെ 10:30 ഹോസ്റ്റലിലെത്തി, റൂമൊക്കെ ക്ലീനാക്കി ലഗേജൊക്കെ എടുത്ത് വെച്ചു. അതിന് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഔട്ട് സൈഡ് വന്നിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് മീ ടോം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.